ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി നെക്ലേസിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു നെക്ലേസും അതിലേക്ക് മാച്ചായിട്ട് വരുന്ന ഇയറിങ്സുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു നെക്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള സ്റ്റോണുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലവർ ഷേപ്പിലാണ് ഇത് വരുന്നത്, ഗോൾഡൻ കളറാണ്. ഇത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഗിയർ വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹെയർ ബാൻഡ് മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഗിയർ വയർ അല്ല കേട്ടോ. അതിന് നമ്മൾ ഹെയർ വെയിനും ടിയാരൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗിയർ വയർ യൂസ് ചെയ്യുന്നുണ്ട്. അതല്ല, ഇത് വേറൊരു ഐറ്റമാണ് കേട്ടോ. ഇത് നമുക്ക് 60 രൂപ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതുപോലെ റോളായിട്ടാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഞാൻ ഇതിൽ നിന്നും ഇതുപോലെ ഒരു ഏകദേശം 50 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാലയിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹുക്കാണ് കേട്ടോ, ഫിഷ് ഹുക്കാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ജംറിങ്സ് ആണ് കേട്ടോ. നമുക്ക് ഹുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജംറിങ്സും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഗിയർ ലോക്കാണ്. നമ്മുടെ ബീഡ്സൊക്കെ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗിയർ ലോക്കും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്നൊരു ജംറിങ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല 50 സെൻറ്റിമീറ്റർ, ഇതുപോലെ നമ്മൾ ആ ഒരു ജംറിങ് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനെ നമ്മൾ ഈ ഒരു ഗിയർ വയറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, സെൻറ്റർ ഭാഗത്തേക്ക് ആക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളൊരു ഗിയർ ലോക്കിൽ ഇതുപോലെ 2 വയറും കൂടെ കോർത്തെടുക്കുകയാണ് കേട്ടോ. ഇതിൽ രണ്ടിലും കൂടെ നമ്മുടെ ഗിയർ ലോക്ക് കോർത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ജംറിങ്ങിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. നല്ല ടൈറ്റാക്കിയിട്ട് വലിച്ചു കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് നമ്മളതിനെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ഈ ഒരു ടൂൾ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ജംറിങ് ഇളകി പോവാതെ ഈ ഒരു രീതിയിൽ ഇവിടെ ഉറച്ചു നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ ലോക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വയറിലൂടെ നമ്മുടെ സ്റ്റോണുകൾ ഇതുപോലെ കോർത്തെടുക്കാം. ഈ ഒരു സ്റ്റോണിൻ്റെ ബാക്ക് വശത്ത് ഇതുപോലെയുള്ള ഹോൾസ് വരുന്നുണ്ട് കേട്ടോ. ഇതിലൂടെയാണ് നമ്മൾ ഈ ഒരു വയർ കോർത്തെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു വശത്തൂടെ ഇതുപോലെ ഈ ഒരു വയർ കോർത്തെടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്തു കൂടെ നമ്മൾ ആ ഭാഗത്തുള്ള വയറും കൂടെ കോർത്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. 2 വയറും കൂടെ ഒരുമിച്ച് കോർത്തിട്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് എല്ലാ സ്റ്റോണും ഇതുപോലെ കോർത്തെടുക്കാം കേട്ടോ. നമുക്ക് എത്ര സൈസിലാണോ ഈ ഒരു നെക്ലേസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഈ ഒരു നെക്ലേസ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മൾ വലിയവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സൈസിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ബീഡ്സാണ് ഞാനിതിൽ കോർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എൻഡിൽ അതുപോലെ നമ്മുടെ ഗിയർ ലോക്കൊന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു 2 വയറിനുള്ളിലൂടെയും കൂടിയിട്ടാണ് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ജംറിങ്ങും ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു വയറിനെ വീണ്ടും ആ നേരത്തെ കോർത്ത് വെച്ച ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർത്തെടുക്കുവാണ്. ഈ ഒരു ഗിയർ ലോക്കിനെ നമ്മുടെ സ്റ്റോണിനോട് അടുപ്പിച്ച് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വയർ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ആ ഒരു സ്റ്റോണിനോട് അടുപ്പിച്ച് തന്നെ ഈ ഒരു ഗിയർ ലോക്കും അതുപോലെ ജംറിങ് ഒക്കെ വരുന്ന രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ അടുപ്പിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ രീതിയിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഗിയർ ലോക്ക് ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ഇത്രയും വയറ് ബാക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ ഈ ഒരു സ്റ്റോണിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്റ്റോണിനുള്ളിലൂടെയാണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. ബാക്കി വരുന്ന ഭാഗം നമ്മളിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ലേസ് ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കൊളുത്തും കാര്യങ്ങളൊക്കെയാണ് വെക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് അതുപോലെയുള്ളൊരു ചെയിനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെയിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് മാലയുടെ 2 അറ്റത്തും ജംറിങ് നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ, ആ ജംറിങ്ങിന് അതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് അതിനുള്ളിലൂടെ നമ്മുടെ ചെയിന് ഇതുപോലെ കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ജംറിങ് ഇതുപോലെ ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജംറിങ്ങുകളൊക്കെ ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഗിയർ ലോക്ക് ലോക്കാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്.
ഇനി ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത വശത്തും ആ ഒരു ചെയിനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതത് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ചെയിൻ ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ലേസിൻ്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ നല്ല ലോങ് ആയിട്ട് ചെയിൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലോങ് ആയിട്ട് വേണ്ട. അപ്പോൾ ഞാൻ ഒരു ഭാഗത്തെ ചെയിൻ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു വശം നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഓപ്പൺ ആക്കിയിട്ട് അതൊന്ന് അയച്ചെടുക്കാൻ കേട്ടോ. ഈ ഒരു വശത്ത് ചെറുതായിട്ടും മറ്റേ വശത്ത് കുറച്ച് വലുതായിട്ടും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ചെറിയ ഭാഗത്ത് നമ്മുടെ ഹുക്കൊന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചെയിനിലെ ഈ ഒരു ഭാഗം നമ്മളിതുപോലെ ഈ ടൂള് വെച്ചിട്ടൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ ലോക്ക് അതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ലോക്കായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മുടെ നെക്ലേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹുക്ക് വെച്ചിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് രൂപത്തിലാണ് വേണ്ടത് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഈ ഒരു നെക്ലേസിലേക്ക് മാച്ചായിട്ട് വരുന്ന രീതിയിലുള്ള ഇയറിങ്സ് കൂടി ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതുപോലെയുള്ള ഹുക്ക് എടുത്തിട്ടുണ്ട്. ഗിയർ വയറിൽ നിന്നും നമ്മൾ ഏകദേശം 10 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ അതുപോലെ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ നെക്ലേസിൽ കോർത്തതുപോലെ തന്നെ സ്റ്റോണ് ഇതിനും കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ 3 സ്റ്റോണ് വീതം കോർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ജംപറിങ് നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 വയറിലൂടെയും കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഈ ഒരു സ്റ്റോണിനോട് അടുപ്പിച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു വയറിനെ വീണ്ടും ആ ഒരു ചെമ്പരങ്ങിനുള്ളിൽ കൂടെ തന്നെ ഒന്നുകൂടെ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വലിച്ചെടുക്കാതെ നമ്മൾ കുറച്ച് മാത്രമാണ് ഇതുപോലെ കോർത്തെടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഇയറിങ്ങിൻ്റെ ഹുക്ക് എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഈ ഒരു ഗിയർ വയറിനുള്ളിൽ കൂടി അതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കിയ ആ ഒരു ഹുക്കിൻ്റെ ഭാഗം ഈ ഒരു ടൂള് വെച്ചിട്ട് തന്നെ ക്ലോസ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഗിയർ വയറിനെ നല്ല രീതിയിൽ വലിച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ആ ഗിയർ ലോക്ക് നമ്മൾ പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഗിയർ ലോക്കിനെ അവിടെ അതുപോലെ ലോക്കാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇയറിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ 2 ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നെക്ലേസ് ആണ് കേട്ടോ ഇത്. നമുക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും സെയിൽ ചെയ്യാനാണെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മോഡലാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.